സ്മൃതിയിൽ നിന്ന് തുടങ്ങാം. പിണറായി ചോദ്യം ചെയ്യപ്പെടുകയാണോ? പിണറായി വിജയൻ എന്ന നേതാവ് അമിതാധികാരിയായി വളർന്നതിന് പിണറായി വിജയൻ മാത്രമല്ല ഉത്തരവാദി എന്നാണ് ഞാൻ കരുതുന്നത്. അതിന് മൗനാനുവാദം നൽകിയവരും അതേപോലെ തന്നെ അപരാധികളാണ് എന്നുള്ളതാണ്. നോക്കൂ, 17 വർഷം പാർട്ടി സെക്രട്ടറി, 10 വർഷം മുഖ്യമന്ത്രി, അധികാരം മാത്രം ശീലിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ്. അപ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവ് അതിൽ നിന്നും മറിച്ചൊരു സാഹചര്യത്തിലേക്ക് വരുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം പാർട്ടി സെക്രട്ടറി മാധ്യമങ്ങളോട് പറഞ്ഞത് നമുക്കൊക്കെ ഓർമ്മയുണ്ട്. നമ്മളൊരു ഘട്ടത്തിൽ ചർച്ചയിൽ പറഞ്ഞതുമാണ്. നിങ്ങൾക്ക് പാർട്ടി പ്രവർത്തകരോട് പറയുകയാണ്, നിർഭയമായി നിങ്ങൾക്ക് പ്രതികരിക്കാം എന്ന് പറയുന്നു. അപ്പോൾ നിർഭയമായി പ്രതികരിക്കാമെന്ന് പാർട്ടി സെക്രട്ടറിക്ക് പറയേണ്ടി വന്ന സാഹചര്യം എന്താണ്? ഭയമെന്ന വികാരമാണ് ഇവിടെ ഭരിച്ചിരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഭയം ഏതുമില്ലാതെ നിങ്ങൾക്ക് പ്രതികരിക്കാമെന്ന് പറയുമ്പോൾ ഇവിടെ ഭയപ്പാടിൻ്റെ സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു ജനാധിപത്യ സംവിധാനത്തിൻ്റെ തലപ്പത്ത് ഉണ്ടായിരുന്ന നേതാവ് അങ്ങനെ ഭയപ്പെടുത്തിയാണ് ഭരിച്ചിരുന്നത് എന്നതുകൂടിയാണ് അതിൽ നിന്ന് മനസ്സിലാക്കാനാകുന്നത്. അപ്പോൾ വിമർശനങ്ങളോട് സഹിഷ്ണുതയില്ലാതെ പെരുമാറുന്ന കാഴ്ചയാണ് നമ്മളൊരു ഭരണാധികാരിയിൽ നിന്നും ഈ കാലഘട്ടത്തിൽ കണ്ടത്. അതങ്ങനെ മുകളിൽ തട്ടിൽ നിന്നും താഴേക്ക് ഇറങ്ങി ഓരോ ലെയറിലേക്കും അതിൻ്റെ ഒരു പ്രതിരൂപങ്ങൾ റിപ്ലിക്ക നമ്മൾ കാണുകയാണ് പല നേതാക്കളിലായിട്ട്. അതിൻ്റെ തുടർച്ചയായി ഭയം എന്ന വികാരം, ആ ഭയം എന്ന വികാരം പിന്നീട് എന്താണ് മാറുന്നത്? അത് വെറുപ്പായി മാറുന്നു. വെറുപ്പ് പിന്നീട് ഒരു പൊട്ടിത്തെറിയായി മാറുന്നു. ആ പൊട്ടിത്തെറിയാണ് തെരഞ്ഞെടുപ്പ് പരാജയമായി നമ്മൾ കണ്ടിട്ടുള്ളത് എന്നാണ് എൻ്റെ അഭിപ്രായം. നമുക്കറിയാം, പിണറായി വിജയൻ പൊളിറ്റ് ബ്യൂറോ പാർട്ടിയുടെ ഏറ്റവും മേൽഘടകത്തിൻ്റെ പ്രതിനിധിയാണ്. അപ്പോൾ സംസ്ഥാന സമിതിയിൽ ആദ്യം എങ്ങനെ വിശകലനം ചെയ്തു തെരഞ്ഞെടുപ്പ് പരാജയത്തെ? അത് നമ്മൾ കണ്ടാണ്. തെരഞ്ഞെടുപ്പ് തൊട്ടു പിന്നാലെ തന്നെ സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതിയും ചേർന്നപ്പോഴും ആ ഭരണപരാജയത്തെ വിലയിരുത്തുന്നത് ഭരണവിരുദ്ധ വികാരമില്ല എന്നാണ്. ഭരണവിരുദ്ധ വികാരമില്ല എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ഭരണാധികാരിയെ രക്ഷിച്ചെടുക്കാം, ഭരണാധികാരിക്ക് അതിൽ പങ്കില്ല എന്ന് വെക്കാം. നമ്മൾ എന്താണ് അതിന് മുമ്പിൽ കേട്ടിട്ടുള്ളത്? ക്യാപ്റ്റനാണ് അല്ലേ? പാർട്ടിയെ നയിക്കുന്ന ക്യാപ്റ്റൻ, സർക്കാരിനെ നയിക്കുന്ന ക്യാപ്റ്റനാണ്. കാരണഭൂതൻ എന്നുള്ള വാഴ്ത്തുപാട്ടുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ക്യാപ്റ്റൻ, ആ ക്യാപ്റ്റൻ്റെ പടമാണ് നമ്മൾ തെരഞ്ഞെടുപ്പിലുടനീളം എല്ലായിടത്തും ഹോർഡിങ്ങുകളായി കണ്ടത്. പരാജയശേഷം ആ ഹോർഡിങ്ങൾ എടുത്തു മാറ്റപ്പെടുന്നു. പരാജയത്തിനൊരു കാരണമില്ലാതെയാകുന്നു. ജനങ്ങൾക്ക് പറ്റിയ പിഴവാണെന്ന് വിലയിരുത്തുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വരെയുണ്ടായി അല്ലേ? തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ ജനങ്ങൾക്ക് സംഭവിച്ച പിഴവാണെന്ന്. അപ്പോൾ പൊളിറ്റ് ബ്യൂറോയിൽ നമ്മൾ കണ്ടതാണ്. അവൈലബിൾ പൊളിറ്റ് ബ്യൂറോ ചേരുമ്പോൾ കേരളത്തിൽ നിന്നുള്ള ഒരംഗം ബിജു കൃഷ്ണൻ അടക്കം ബംഗാളിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നുള്ള 7 അംഗങ്ങളാണ് പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരരുത് എന്ന് അഭിപ്രായപ്പെട്ടത്. എന്നിട്ട് ഓൺലൈനായി PB യോഗം ചേരുന്നു. ഓൺലൈനായി PB യോഗം ചേർന്നിട്ട് പിണറായി വിജയൻ അടക്കം, സ്വയം അടക്കം 4 പേർ ചേർന്ന് പിണറായി വിജയന് പിന്തുണ നൽകുകയാണ്. പിണറായി വിജയനടക്കം 4 പേർ പിണറായി വിജയന് പിന്തുണ നൽകുകയാണ്. അങ്ങനെയാണ് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് പിണറായി വിജയൻ എത്തുന്നത്. അതാണ് നമ്മൾ കാണുന്നത്. ഇതാണ് മേൽഘട്ടത്തിൽ നടന്ന കാര്യം. ഇനി ഭയമേതുമില്ലാതെ പ്രതികരിക്കാമെന്നുള്ളത് പാർട്ടി അണികൾ അങ്ങനെ ഏറ്റെടുത്തിട്ടുണ്ട്. പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റുകളിൽ ഇപ്പോൾ 10 ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗങ്ങൾ കഴിഞ്ഞു. വിമർശനങ്ങൾ നമ്മൾ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി തമ്പ്രാൻ അടിയൻ നിലപാട് എന്നാണ് വിലയിരുത്തുന്നത്. അപ്പോൾ അതാണ് അവർ കാണുന്നത്. ഇനി ഭൂമാഫിയ ബന്ധമുള്ള മധുസൂദനൻ തിരിച്ചടിയായി പയ്യന്നൂർ എന്ന വിലയിരുത്തൽ, മധുസൂദനെ നിർത്തണമെന്ന നിർബന്ധം ആർക്കായിരുന്നു എന്നുള്ള ചോദ്യമുണ്ട്. ഇനി കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റിലേക്ക് വരുമ്പോൾ ഭരണത്തിലും പാർട്ടിയിലും പദവികൾ ഉള്ളവർ നന്നായി അത് ആസ്വദിച്ചു എന്ന് പറയുന്നു, അതല്ലാത്തവർ അസ്വസ്ഥരായി എന്ന് പറയുന്നു. പിണറായി വിജയനും MV ഗോവിന്ദനും ഉത്തരവാദിത്തമുണ്ട് എന്ന് പറയുകയാണ്. KK ശൈലജയെ പേരാവൂരിൽ നിർത്തി തോൽപ്പിച്ചു എന്ന് പറയുകയാണ്. തളിപ്പറമ്പിൽ TK ഗോവിന്ദനെ അനുനയിപ്പിക്കാമായിരുന്നു എന്ന് പറയുകയാണ്. PK ശ്യാമളയുടെ പേര് ഒരൊറ്റ കീഴ്ഘടകം പോലും അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഒരൊറ്റ കീഴ്ഘടകം പോലും അംഗീകരിക്കുകയാണ് PK ശ്യാമളയുടെ പേര് അവിടെ ഉയർന്നു വന്നത്. അപ്പോൾ അത് നേരത്തെ രാഷ്ട്രീയത്തിൽ തുടങ്ങി വെച്ച നേതാവാണ്, രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ നേതാവാണ്. MV ഗോവിന്ദൻ്റെ കെയർ ഓഫിൽ അറിയപ്പെടുന്ന നേതാവല്ല എന്നുള്ള വാദങ്ങളൊന്നും പാർട്ടി അണികളിലേക്ക് എത്തിയിട്ടില്ല. പാർട്ടി കീഴ്ഘടകങ്ങളിലേക്കും അത് ആ രൂപത്തിൽ അവർ വിശ്വാസത്തിൽ എടുത്തിട്ടില്ല എന്നുള്ളത് നമ്മുടെ മുന്നിൽ കാണുന്നത്. ഇനി ആലപ്പുഴയിലാകട്ടെ പിണറായി പ്രതിപക്ഷ നേതാവാകരുത് എന്ന് ജില്ലാ സെക്രട്ടറി പറയുകയാണ്. ഡാഷ് മോൻ പ്രയോഗത്തെക്കുറിച്ച് പറയുന്നു, ചെറ്റ പ്രയോഗത്തെക്കുറിച്ച് പറയുന്നു. MV ഗോവിന്ദൻ്റെ ശരീരഭാഷ പാർട്ടി സെക്രട്ടറിക്ക് ചേർന്നല്ല എന്ന് പറയുന്നു. മാത്രമല്ല MV ഗോവിന്ദൻ വാർത്താസമ്മേളനങ്ങൾ ജനത്തെ ശത്രുവാക്കിയെന്ന വിലയിരുത്തൽ പോലും ഉണ്ട് കേട്ടോ. ചിരിക്കാത്ത നേതാക്കളെന്ന വിലയിരുത്തലുണ്ട്. ഇതൊക്കെ തന്നെയും പല ഘട്ടങ്ങളിലായി നമ്മൾ മാധ്യമങ്ങളൊക്കെ പല ഘട്ടങ്ങളിലായി ചർച്ചകളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ പാർട്ടി അണികളിൽ നിന്ന് അത്തരം വിമർശനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. അപ്പോൾ ഇതിനൊക്കെ ശേഷം ഈ തിരഞ്ഞെടുപ്പ് പരാജയത്തിന് 2-3 ദിവസത്തിന് ശേഷമാണ് പിണറായി വിജയൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നത്. മാധ്യമങ്ങൾ പല ഘട്ടങ്ങളിലായി മൈക്ക് കൊണ്ട് ചെല്ലുമ്പോൾ അദ്ദേഹം പ്രതികരിക്കാതിരുന്നു. ഇപ്പോൾ നീണ്ട 13 ദിവസത്തിന് ശേഷം 14-ാം ദിവസം അദ്ദേഹം കണ്ണൂരിലേക്ക് വരുമ്പോൾ അവിടെ അദ്ദേഹത്തിന് ഒരു വലിയ സ്വീകരണം ഒരുക്കുന്നത് പോലും അതൊരു നാടകീയമായ സ്വീകരണം ഒരുക്കലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഒട്ടും അണികൾ മാറി ചിന്തിച്ചിട്ടില്ല എന്നും പിണറായി വിജയൻ ഇപ്പോഴും ആ രൂപത്തിൽ തന്നെ എല്ലാവരും അംഗീകരിക്കുന്നു എന്നൊരു തോന്നൽ, ഒരു പ്രതീതി സൃഷ്ടിക്കാനുള്ള ശ്രമം അവിടെ നടന്നിരിക്കുന്നു. അതിനുശേഷം അദ്ദേഹം ആ പുതിയ യോഗങ്ങളിലേക്ക് പ്രസംഗിക്കാൻ വരുന്നു. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പരാജയ കുറ്റസമ്മതം അദ്ദേഹത്തിൽ നിന്നുണ്ടാവുന്നു. അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയായാലും പ്രതികരണമായാലും നോക്കൂ, ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന വികസനത്തെക്കുറിച്ചാണ്. വികസനം എന്ന് പറയുന്നത് റോഡും
പാലവുമാണ് വികസനം എന്നുള്ള ചിന്തയിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഞങ്ങൾ തുടങ്ങി വെച്ച വികസനം അതിന്റെ തുടർച്ച ഈ സർക്കാർ നടത്തിയില്ലെങ്കിൽ ഞങ്ങൾ നല്ല പ്രതിപക്ഷമായി ശക്തമായി പ്രതികരിക്കുമെന്ന് പറയുന്നു. ഭരണവിരുദ്ധ വികാരം എന്നതിനെ എത്രത്തോളം വിലയിരുത്തുന്നുണ്ട്? പിണറായി വിരുദ്ധ വികാരം എന്നതിനെ പിണറായി വിജയൻ എത്രത്തോളം ഉൾക്കൊള്ളുന്നുണ്ട് എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. പിണറായി വിജയൻ ഇനി പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് എത്തുമ്പോൾ മറ്റൊരു നേതാവിനെ ചൂണ്ടിക്കാണിക്കാനില്ലാത്ത വിധം അത്രയ്ക്കും ഒരു അവസ്ഥയിലേക്ക് എത്തിയോ എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നു. വളരെ ചുരുക്കം നേതാക്കളെങ്കിലും പ്രതികരിച്ചു വരുന്നുണ്ട്. എം വി ഗോവിന്ദനും അതേ രീതിയിൽ തന്നെ പ്രതിസ്ഥാനത്താണ് കേട്ടോ. ഇന്നിപ്പോൾ പി കെ ശ്രീമതിയുടെ പ്രതികരണം വരുന്നു, സുകന്യയുടെ പ്രതികരണം വരുന്നു. അങ്ങനെ തൊട്ടും തൊടാതെയും സൂചനകൾ നൽകുന്ന പ്രതികരണങ്ങൾ വരുന്നുണ്ട്. സ്വരാജിന്റെ പ്രതികരണം നമ്മൾ ഇന്ന് കണ്ടു. സ്വരാജിന്റെ പ്രതികരണം അന്നും കണ്ടതാണ്. അതുകൊണ്ട് അതിൽക്കുറിച്ച് കൂടുതൽ പറയാനില്ല. അപ്പോൾ ഇനി പ്രതിപക്ഷ നേതാവ് ആകുമ്പോൾ, മുഖ്യമന്ത്രിയിൽ നിന്നും പ്രതിപക്ഷ നേതാവാകുമ്പോൾ കുറച്ചുകൂടി ജനങ്ങളുമായി അടുത്തിടപഴകേണ്ട സാഹചര്യം വരും. ജനങ്ങൾക്ക് പരാതികൾ നൽകണം, നിവേദനങ്ങൾ നൽകണം, ജനങ്ങളുടെ പരാതികൾ കേട്ട് അവരെ ചേർത്ത് പിടിക്കേണ്ട ഒരു സാഹചര്യം വരും. അത്തരം കാര്യങ്ങൾക്ക് പ്രതിപക്ഷ നേതാവ് നിലയ്ക്ക് പിണറായി വിജയൻ എത്രത്തോളം അങ്ങനെ ഒരു സ്വഭാവ രീതിയിലൊരു മാറ്റത്തിലേക്ക് അദ്ദേഹം വരുമോ? എനിക്ക് സംശയമുണ്ട്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ്, ഈ ഇടതുപക്ഷം പരാജയപ്പെടണം എന്നൊരൊറ്റ ആഗ്രഹം എനിക്കില്ല. ഇടതുപക്ഷം നിലനിൽക്കേണ്ടതാണ്, CPM നിലനിൽക്കേണ്ടതാണ്. പക്ഷേ ആ നിലനിൽപ്പിനുള്ള യഥാർത്ഥമായ പരാജയ പരിശോധന നടത്തുന്നുണ്ടോ എന്ന ചോദ്യത്തിൽ ഈ നിമിഷം വരെയും അങ്ങനെ ഒരു പരിശോധനയിലേക്ക് കടന്നിട്ടില്ല എന്നുള്ളത് സങ്കടത്തോടു കൂടി ഞാൻ അഭിപ്രായപ്പെടുകയാണ്. Meet the editors.